ഡെലുലു ഈസ് ദ സൊലുലു എന്ന വൈറൽ വാക്യം കേട്ടിട്ടുണ്ടോ? കെ പോപ്പ് ഫാൻസ് എന്തായാലും കേട്ടിട്ടുണ്ടാകും. 2014 മുതൽ കെ പോപ്പ് ഫാൻസിന് സ്ലോഗനായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഫ്രേസ് തന്നെയാണിത്. ശുഭാപ്തി വിശ്വാസം വഴി പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കും എന്ന രീതിയിലാണ് ഈ വൈറൽ വാക്യത്തിന്റെ അർത്ഥം വരുന്നത്. ഡെലുലു ഈസ് ദ സൊലുലു എന്ന ഫ്രേസിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഡെലുലു ഈസ് എ ന്യൂ സൊലുലു എന്ന തലക്കെട്ടോടുകൂടി രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ എന്ന എക്സ് പേജിൽ ഇറങ്ങിയ ശ്രുതി ഹാസനും ലോകേഷ് കനകരാജും നേർക്കുനേർ നിൽക്കുന്ന പുതിയൊരു പോസ്റ്റ് കൂടി വൈറലാവുന്നുണ്ട്. അപ്പോൾ LCUവിന് കെ പോപ്പുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? തമിഴ് സിനിമാ ലോകം ഇന്ന് ഏറ്റവും കൂടുതലായി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന കഴിവുറ്റ സംവിധായകൻ ലോകേഷ് കനകരാജ്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ എല്ലാ സിനിമകളും തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടുമ്പോൾ അടുത്ത LCU ചിത്രം ഏതായിരിക്കുമെന്ന ചർച്ചകൾ വല്ലാണ്ട് മുറുകാറുണ്ട്. ലിയോ ചിത്രത്തിന്റെ ഓളം കഴിഞ്ഞപ്പോൾ മുതൽ ഈ ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ വീണു കിട്ടിയ കച്ചിത്തുരുമ്പ് പോലെയായിരുന്നു കമൽ ഹാസന്റെ ഉടമസ്ഥതയിലുള്ള രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ എന്ന എക്സ് പേജിൽ വന്നൊരു പോസ്റ്റർ. ലോകേഷും ശ്രുതി ഹാസനും നേർക്ക് നേർ നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു ചിത്രമായിരുന്നു അത്. പ്രത്യേകിച്ച് ഒരു സൂചനകളും അതിൽ നിന്ന് ലഭിക്കാനുമില്ല. പുതിയ സിനിമയാണോ മ്യൂസിക് ആൽബമാണോ എന്നൊന്നും അതിൽ വെളിപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ആ പോസ്റ്റിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ ചൂടേറുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വൈറൽ വാക്യമില്ലേ, ഡെലുലു ഈസ് ദ സൊലുലു, ഈ ഒരു ഫ്രേസിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടുണ്ടാക്കിയ ഡെലുലു ഈസ് ദ ന്യൂ സൊലുലു, ഇതാണ് ആ പോസ്റ്റിന്റെ ക്യാപ്ഷൻ. കൂടെ ഇതുവേ റിലേഷൻഷിപ്പ്, ഇതുവേ സിറ്റുവേഷൻഷിപ്പ്, ഇതുവേ ഡെലൂഷൻഷിപ്പ് എന്നൊരു ഹാഷ്ടാഗുകളും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി വരുന്ന ചർച്ചകൾ പലതാണ്. ക്യാപ്ഷൻ ഡീകോഡ് ചെയ്താൽ ഇതൊരു സിനിമയാണെന്ന് മനസ്സിലാകുമെന്നും ശ്രുതിയും ലോകേഷും ചേർന്നുണ്ടാകുന്ന പുതിയ മ്യൂസിക്കൽ ആൽബമാണിതെന്നും കമന്റ് വരുന്നതിന്റെ കൂടെ കെ പോപ്പുമായിട്ടുള്ള LCUവിന്റെ ബന്ധം കൂടി കമന്റ് ബോക്സിൽ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. കൊറിയൻ പോപ്പുലർ മ്യൂസിക്കിന്റെ ഷോർട്ട് ഫോം ആണ് കെ പോപ്പ്. സൗത്ത് കൊറിയൻ കൾച്ചറിന്റെ ഭാഗമായുള്ള പോപ്പുലർ മ്യൂസിക്കിന്റെ മറ്റൊരു ഫോമാണ് കെ പോപ്പ്. പക്ഷേ ഈ പറയുന്ന അഭ്യൂഹങ്ങളെ ഒന്നും സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും സൂചനകളും ആരാധകർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ കെ പോപ്പ് ഫാൻസ് വലിയ പ്രതീക്ഷയിലാണെന്ന് തന്നെയാണ് പ്രതികരണം ലഭിക്കുന്നത്. പുതിയ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ബന്ധപ്പെട്ട ഒഫീഷ്യൽ പേജുകളിൽ വരുന്നത് വരെ കാത്തിരിക്കാൻ ക്ഷമ വേണ്ടിവരും കെ പോപ്പ് ഫാൻസിന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.